ഒരിക്കൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനനോട് പറഞ്ഞു, അർജുനൻ, നീ ഇങ്ങനെ വിഷാദമായിട്ടൊക്കെ നിന്ന് ഓവർ അറ്റാച്ച്മെന്റ് കാണിക്കരുത്. ഒന്നിനോടും ഓവർ അറ്റാച്ച്മെന്റ് വേണ്ട. അമിതമായിട്ടുള്ള, നിയന്ത്രിക്കാൻ കഴിയാത്ത രീതിയിലുള്ള ബന്ധമായാൽ നമുക്ക് പിന്നെ ദുഃഖമായിരിക്കും ജീവിതത്തിൽ ഉണ്ടാവുക. എത്ര മനോഹരമാണ്! ഭാര്യ ഭർത്തൃ ബന്ധത്തിലാവട്ടെ, മക്കൾ മാതാപിതാക്കളുമായിട്ടുള്ള ബന്ധമാവട്ടെ, സുഹൃത്തുക്കളാകട്ടെ, സാമൂഹ്യ ബന്ധങ്ങളാകട്ടെ, രാഷ്ട്രീയ ഏത് ബന്ധവുമാവട്ടെ, ഇനി ശരീരത്തെ സ്നേഹിക്കുന്നതാവട്ടെ, മനസ്സിനെ എന്തിനോടായാലും ഒരിക്കലും അടർത്തി മാറ്റാൻ കഴിയാത്ത രീതിയിലുള്ള ബന്ധനമായാൽ പിന്നത് ദുഃഖത്തിലേ തീരുകയുള്ളൂ. അനശ്വരമല്ല ജീവിതം, നശ്വരമാണ്. പുനർജന്മമൊക്കെ ഉണ്ടെങ്കിലും ഒരിക്കൽ വന്നാൽ പോയേ കഴിയൂ. ഇവിടെ വന്നാൽ തീർച്ചയായിട്ടും പോകണം. അപ്പോൾ നമ്മൾ വല്ലാതെ അറ്റാച്ച്മെന്റ് ആയാൽ, മറ്റൊരാളിനോട്, പ്രത്യേകിച്ച് ബന്ധുമിത്രാദികളോട് വല്ലാത്ത അറ്റാച്ച്മെന്റ് ആയാൽ നമുക്ക് വലിയ ദുഃഖമായിരിക്കും സമ്മാനിക്കുക. അപ്പോൾ ഒന്നിനോടും വലിയ അറ്റാച്ച്മെന്റ്, വലിയ ബന്ധനം പാടില്ല എന്നാണ് നാം പഠിക്കേണ്ട പാഠം. എന്നാൽ സ്നേഹവും സഹാനുഭൂതിയും സഹിഷ്ണുതയും കാരുണ്യവും കരുണയും എല്ലാം ആകാം. സ്നേഹമൊക്കെ ആവോളം കൊടുക്കാം, ആവോളം ആസ്വദിക്കാം. പക്ഷെ അപ്പോഴും അതിര് വിട്ടുള്ള അമാനുഷ്യമായ അഭൗമമായ ബന്ധനം നല്ലതല്ല. ആ അറ്റാച്ച്മെന്റ് നമ്മെ ദുഃഖത്തിലേക്ക് മാത്രമേ കൊണ്ടുപോകുകയുള്ളൂ. ഒറ്റയ്ക്ക് വരുന്നു, ഒറ്റയ്ക്ക് പോകുന്നു. എന്നാൽ ഒറ്റയ്ക്ക് ജീവിതമില്ല. ശരിയാണ്. ജനിക്കുന്ന നാൾ മുതൽ മരിക്കുന്ന നാൾ വരെ ആയിരങ്ങളുടെ സഹായമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയൂ. നാം ഉപയോഗിക്കുന്ന ഓരോ നടക്കാൻ പഠിച്ചത്, ഓടാൻ പഠിച്ചത്, ഇരിക്കാൻ പഠിച്ചത് എല്ലാം മറ്റുള്ളവരുടെ അച്ഛൻ്റെ അമ്മയുടെ ഒക്കെ സഹായത്താൽ, ബന്ധുമിത്രാദികളുടെ. അതുപോലെ മുതിർന്നു വന്നാൽ നാം കഴിക്കുന്ന ആഹാരം മുതൽ എല്ലാ വസ്തുക്കളും ഉണ്ടാക്കുന്നത് പതിനായിരങ്ങൾ നമ്മെ കാണാത്ത, നമ്മൾ ഒരിക്കലും കാണാൻ സാധ്യത പോലും ഇല്ലാത്ത പതിനായിരങ്ങൾ പലയിടത്ത് ഇരുന്നുണ്ടാക്കുന്ന വസ്തുക്കളാണ് നാം കഴിക്കുകയും ഉപയോഗിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് പേരുടെ സാമൂഹ്യ ബന്ധങ്ങളിലൂടെ മാത്രമേ മനുഷ്യർക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയൂ. അങ്ങനെ കഴിയുമ്പോഴും വല്ലാതെ ബന്ധം വേണ്ട, അറ്റാച്ച്മെന്റ് വേണ്ട. അത് നമ്മെ നിത്യ ദുഃഖത്തിലേക്കായിരിക്കും കൊണ്ടുപോകുന്നത്.